ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വെഡ്ഡിങ് സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പം നിങ്ങൾക്ക് സംഗതി മനസ്സിലായി കാണുമല്ലോ. അതെ, ഇന്ന് നമുക്ക് റിസപ്ഷൻ വ്ളോഗാണ് ഉള്ളത്. അച്ഛൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയിരുന്നു റിസപ്ഷൻ പന്തളത്തുള്ള ഏതൻ ഗാർഡൻ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. ഈവനിങ് ഫംഗ്ഷൻ ആയിരുന്നു റിസപ്ഷൻ. ഒരു 6 PM ഒക്കെ ആയപ്പോഴത്തേനും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസപ്ഷൻ്റെ ഡെക്കോർ എടുത്ത് പറയേണ്ടതാണ്, നന്നായിട്ടുണ്ടായിരുന്നു ഡെക്കോറും കാര്യങ്ങളൊക്കെ. റെഡ് ഡോട്ട് ഇവൻറ്റ്സ് ആയിരുന്നു ടീം. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതത്തിന് ഏറ്റവും മനോഹരമായ സൗഹൃദത്തിന്, പാർട്ണർഷിപ്പിന്, കമ്പാനിയൻഷിപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് വിവാഹത്തിലൂടെ ഒന്ന് ചേർന്ന് ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേരുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട അശ്വതിയുടെയും ശരത്തിന്റെയും ജീവിതത്തിന് ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമാകുവാനും അവരെ ആശംസകൾ അറിയിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടുകൂടി അവരുടെ രണ്ടുപേരുടെയും ഈ വെഡിങ് റിസപ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, it's my absolute pleasure to welcome each one of you to this wonderful wedding reception of our dearest Ashwati and Sharan. Of course, നമ്മളെല്ലാവരും കുറച്ചധികം നേരമായിട്ട് കാത്തിരിക്കുന്നത് നവദമ്പതികളുടെ ഹാളിലേക്കുള്ള വരവിന് വേണ്ടിയിട്ടാണ്. ശരിയാണോ? If I am right, can you all please give me a big round of applause? All right, thank you. So, ladies and gentlemen, the moment has come that we all are eagerly waiting for. Our gorgeous, beautiful princess Ashwati and a handsome, charming Sharan is here. റിസപ്ഷൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ എൻട്രി ആയിരിക്കുമല്ലോ. അങ്ങനെതാ ഞങ്ങൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം എത്തുന്നുണ്ട്. നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ രണ്ടുപേരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ബ്രൈഡും ഗ്രൂമും ദാ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഔട്ട്ഫിറ്റും സ്റ്റേജിൻ്റെ ഡെക്കറും സ്മോക്കും എല്ലാം കൂടെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഫസ്റ്റ് റോയിൽ തന്നെ ഇരുന്നുകൊണ്ട് എല്ലാം നല്ല രീതിക്ക് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. Thank you so much, everyone. First things first, Ashwati and Sharan, hello to you guys. A big congratulations. Can we all say congratulations together? അവരുടെ പുറകെ ഡാൻസ് കളിച്ചു വന്നത് ഫാമിലി മെമ്പേഴ്സ് ആണോ? ഫാമിലി കസിൻസ് ആണോ? ആണെങ്കിൽ ഒരു നല്ല കൈയ്യടി നോക്കട്ടെ. ഇത്ര എനർജി ഉണ്ടോ ഡാൻസ് കളിക്കുന്നതിന്റെ തിരക്കിലാണോ? You both looking just fantabulous today. Am I right or what? If I am, can you all please give me a big hand? Because ഇവർ രണ്ടുപേരും കുറച്ചധികം മാസങ്ങളായി ദിവസങ്ങളായി കാത്തിരുന്ന ദിവസമാണ് അല്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ feeling blessed and happy. And what about you, dear Ashwati? Same ditto. Oh my good Lord, I'm wishing you a fabulous married life, both of you. എല്ലാവരും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. And of course, as we all know, marriage is the fusion of two hearts, harmony of two souls, and the union of two families. Right? ഇവരുടെ ജീവിതത്തിലെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസത്തിൽ ഇവർ രണ്ടുപേരും മാത്രം ഈ മനോഹരമായിട്ട് സ്റ്റേജിൽ നിന്നാൽ ശരിയാകില്ല. മറിച്ച് ഇവർ ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് പേരുടെ താഴെ ഇരിക്കുന്നുണ്ട്. ഏറ്റവും മിടുക്കനും മിടുങ്ങിയുമായിട്ട് ഇവർ രണ്ടുപേരെയും വളർത്തി വലുതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നത് ആർക്കായിരിക്കും? Parents, right? Without them, this moment will not be completed. അല്ലേ? അവരില്ലാതെ നമുക്കൊരു ആഘോഷവും ഒന്നും പൂർണ്ണമാവുന്നില്ല. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇവരുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന their heart and their soul, their darling parents. So ladies and gentlemen, without any further ado, let's welcome our dearest Sharan's mommy to this wonderful stage. ആൻറ്റിയെ വിളിക്കുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരത്തിന്റെ ഫാമിലിയുടെ സ്ട്രോങ് പില്ലറാണ്, നമ്മുടെ ഫാമിലിയുടെ ബാക്ക് ബോൺ ആണ്. റൈറ്റ്? ആൻറ്റിയാണ് എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന ഒരു നെടുന്തൂണ് എന്ന് പറയുന്നത്. ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം our dearest darling Ajithanti. Everyone, can you all please give her a big hand? നല്ലൊരു കൈ. You can make some more noise because we all are here to celebrate this wonderful evening together, right? Please, Auntie. Thank you so much, Auntie. Thank you so much. Auntie ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളാണ് അല്ലെ? അതിന്റെ കുറച്ചൊക്കെ ടാലന്റ് ശരത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആണോ? കുറച്ച്. Yes. Because she's a fabulous dance teacher, she's a fantabulous writer, and model public സ്കൂളിന്റെ സാരഥിയായിട്ട് നിൽക്കുന്ന ആൾ കൂടിയാണ് അല്ലെ? ഏറ്റവും സ്നേഹത്തോടെ ആൻറ്റിക്ക് ഒരു നല്ല കൈയടി കൂടി കൊടുത്തോടെ നമുക്ക് വെൽക്കം ചെയ്യാം. Because she deserves a big round of applause. Alright, thank you so much. ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് സ്റ്റേജിലേക്ക് മാത്രമല്ല, ഇത് ശരത്തിന്റെ ഫാമിലിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ വെൽക്കമാണ് അശ്വതിയുടെ ഫാമിലി മെമ്പേഴ്സിന്. അശ്വതിയെ മാത്രമല്ല, അശ്വതിയുടെ എൻറ്റയർ ഫാമിലിയെ നമ്മുടെ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാൻ പോവാം അല്ലേ? ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അശ്വതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും, our dearest Rajiv uncle and my auntie. Ladies and gentlemen, with a big hand, let's welcome our dearest Rajiv uncle and my auntie. നല്ല കൈയ്യിൽ കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ മാറ്റി സ്വാഗതം ചെയ്യാം. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അങ്ങനെ ആന്റിയുടെ കൈയൊന്ന് പിടിച്ചു. രണ്ടുപേരും കൈയൊക്കെ ചേർന്ന് പിടിച്ച് സ്റ്റേജിലേക്ക് വരാം. ബിക്കോസ്
മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പേരൻസ് ആണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരു നല്ല മൊമെന്റിൽ സ്നേഹത്തോടെ കൈകൾ ചേർന്ന് പിടിച്ചു വരുന്ന പേരൻസ് ആണ് അവർ കാണുന്ന ബെസ്റ്റ് എക്സാമ്പിൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ടുള്ളത് അവർ വിളിക്കുന്നതിന് മുൻപായിട്ട് ഐ ഹാവ് എ ക്വിക്ക് ക്വസ്റ്റ്യൻ ടു യു ഗൈസ്. ജീവിതത്തിൽ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തല്ല് പിടിച്ചിട്ടുള്ളതാണ് എടുത്ത ശരി. Your siblings, right? I knew it because എനിക്കൊരു ചേച്ചിയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിരിക്കുന്ന അവളുടെ അടുത്ത്. നമ്മുടെ എല്ലാവരുടെയും സിബ്ലിങ്സിൻ്റെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തല്ല് പിടിക്കുന്നത്. പക്ഷേ എനിക്കുറപ്പാണ് അശ്വതിയെയും ശരത്തിനെയും ബിഗ് ഡേ നിങ്ങളെക്കാൾ എക്സൈറ്റ്മെന്റോട് കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ കാത്തിരുന്നതും അവർ തന്നെയാണ്. ആണോ? അപ്പൊ ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് their darling dearest super cool siblingsനെയാണ്. So with a big round of applause നമുക്ക് രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് വിളിക്കണം. Because now we are one big family, right? So with a big round of applause, let's welcome our dearest Abhijit and Shruti to this wonderful stage, ladies and gentlemen. With a fantastic round of applause, let's welcome our darling brother and sister to this amazing stage. Abhijit, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോ, രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജിലേക്ക് വരാം. Please give him a big hand. Thank you so much. Thank you. So here complete a perfect family picture, right? And definitely നമ്മൾ മിസ് ചെയ്യുന്ന ഒരാൾ കൂടിയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസൻസ്, അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് ഹെവനിലിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ശശുരങ്ങള് ശരത്തിന്റെ കപ്പയാണ്. അദ്ദേഹം നമ്മൾ വിട്ടുപോയി എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ നെക്സ്റ്റ് കേക്ക് കട്ടിങ് സെറിമണി ആയിരുന്നു. കേക്കൊക്കെ ഷെയർ ചെയ്തു. ഓൾറെഡി നമ്മുടെ ആങ്കറിൻ്റെ വോയിസ് ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യാത്തത്. ഓൾറെഡി അത് നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. ഞാൻ വെറുതെ വോയിസ് ഓവർ ചെയ്ത് കൊള്ളാക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വോയിസ് ബാക്ക്ഗ്രൗണ്ട് സോങ്സ് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ആണ്. രണ്ട് സൈഡിലും നല്ല അടിപൊളി സിബ്ലിങ്സ് ഉള്ളതുകൊണ്ട് അഭിജിത്ത് ടാസ്ക് ഒന്നുമില്ല. വൈറ്റ് ഗ്ലാസ് തരും, അതിന് കൊടുത്താൽ മതി. കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം കൂടി പറയാം. റെഡിയാണോ? റെഡി? സോ ഇവിടെ രണ്ടിലേക്ക് കയറി നിൽക്കാം. ബ്രദർ പക്ഷെ മുന്നിലേക്ക് നിൽക്കാം. സോ നമ്മുടെ ഫാമിലിയിലേക്ക് ആരാ വരുന്നത്? Oh my good Lord, ചേട്ടത്തി അമ്മയോ? ഞാൻ ചേച്ചിയിലായിരുന്നു എക്സ്പെക്ട് ചെയ്തത് കേട്ടോ. ചേട്ടത്തി അമ്മയാണ് നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. എന്നെ വിളിക്കാൻ അച്ഛനെ വിളിക്കാൻ.
അച്ഛൻ വിളിക്കാറ് അല്ലേ? ഹലോ അഭിജിത്ത്, നമ്മുടെ ഫാമിലിയിലേക്ക് ആരാ വരുന്നത്? ആരാ വരുന്നത്? ചേട്ടൻ. ചേട്ടനെ ചേട്ടാ തന്നെയാണ് വിളിക്കാറ്? അതോ പെട്ടെന്ന് എന്തെങ്കിലുണ്ടോ ഇവിടെ അച്ഛൻ വിളിക്കുന്ന പോലെ? അഭിജിത്ത്, ഞാൻ കോംപ്ലിക്കേറ്റഡ് ആകാനില്ല, ഞാൻ ചേട്ടാ തന്നെ വിളിക്കാറ്. അങ്ങനെയാണെങ്കിൽ ചേട്ടനെയും അച്ഛനെയും നമുക്ക് വെൽക്കം ചെയ്യാം. റെഡി? ready? എന്നെ പറയാൻ പോകുന്നത് അച്ചുവിന്റെ അടുത്ത്. So it's like we are giving an official welcome to Achu. Welcome to our family, dear Achu. പറയാമോ? Welcome to our family, Achu. Super. And now you can give my glass to Achu. And Abhijit, എന്നാ പറയാൻ പോകുന്നത്? എനിക്കറിയത്തില്ല. ഒന്ന് പറയാമോ ചേട്ടൻ? വെൽക്കം ടു അവർ ഫാമിലി. സെറ്റ് അല്ലേ? ഗുഡ്. ഞാൻ മൈക്കിൽ തന്നെ. സൂപ്പർ. താങ്ക് യു സോ മച്ച്. Now we can give my glass to Sharon. Thank you so much Abhijit. Thank you so much Mole. So are you guys ready? Cheers. Cheers. ഒന്നുകൂടി വേണം. Okay. 1, 2, 3 നമ്മുടെ സമയം cheers പറഞ്ഞു. Can you please say cheers together? ഞാൻ കൗണ്ട് ചെയ്യണം. വേണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? സൂപ്പർ. And now you can sip your wine. അങ്ങനെ ദാ ആ ഒരു വൈനൊക്കെ സിപ്പ് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ നമ്മുടെ അച്ചുക്കുട്ടിയുടെ വെഡ്ഡിങ്ങിൻ്റെ എല്ലാ ഫംഗ്ഷൻസും കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എല്ലാ ഫംഗ്ഷൻസിനും വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു എക്സൈറ്റിംഗ് വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.